ഇപ്പം ഇത്രയും വർഷമായിട്ട് നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയിലുണ്ട്, പല പല അനുഭവങ്ങളിലൂടെ കടന്നു, ഇപ്പോഴും അനുഭവങ്ങളുടെ ഒരു കൂമ്പാരമുണ്ട്. അപ്പൊ മോള്, ഇളയ മോള് എനിക്ക് തോന്നുന്നു ഇതിലോട്ട് വരുന്നു എന്ന് തോന്നുന്നു അല്ലെ, അഭിനയിച്ചു എന്ന് തോന്നുന്നു. ഇപ്പൊ എന്ത് ഉപദേശമാ കൊടുത്തെ? അങ്ങനെയല്ല, നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തൊഴിൽ ചെയ്യുമ്പോൾ നമ്മളൊരു തൊഴിലാളി തന്നെയാണ്. അപ്പോൾ അതിലുള്ള എല്ലാവരും ഒരേപോലെ കാണും. ആരെയും കാറ്റഗറി അനുസരിച്ച് കാണാതെ ഡയറക്ടർ ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും ആർട്ടിസ്റ്റ് ആണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും എല്ലാവരും ഒരേപോലെ കണ്ട് സ്നേഹിക്കാൻ പഠിക്കുക, എളിമയോടെ നിൽക്കുക, അത്രേ ഉള്ളൂ. ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടോ ഇതിനകത്ത്? അത് നമ്മളിപ്പോ എല്ലാവരും എന്തൊക്കെയോ വിഴുങ്ങുന്നു. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യം എല്ലായിടും ഉണ്ട്, ഒരു സ്ഥലത്ത് മാത്രമല്ലല്ലോ. നമ്മളിപ്പോ ലോകത്ത് യാത്രയിൽ പോലും നമുക്ക് കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരെല്ലാവരും നമ്മൾ ടേക്ക് കെയർ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ലൈഫ് എന്ന് പറഞ്ഞൊരു യാത്രയാണ്. ആ ലൈഫിൽ ആ യാത്രക്കിടയിൽ പല തലത്തിലുള്ള ആൾക്കാരുണ്ടാവും. നമ്മൾ എത്ര കെയർഫുള്ളായിട്ട് ഇരുന്നാൽ പോലും ചിലപ്പോൾ ചതിയിൽ വീഴാം. നമ്മൾ വിശ്വസിക്കും, വിശ്വാസം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ആ വിശ്വാസത്തിൽ ചിലപ്പോൾ നമുക്ക് ചതിയിൽ വീഴാം. അത് നമ്മളെ തെറ്റാണ് അല്ലേ? വീഴാതെ നോക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. ബാലുവും നീലുവും അല്ലെങ്കിൽ പാറുക്കുട്ടിയും അമ്മയും നമുക്കൊരിക്കലും കഥാപാത്രങ്ങളല്ല. നിങ്ങൾക്കും അത് അങ്ങനെ തന്നെ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കഥാപാത്രങ്ങളല്ല, ശരിക്കും അല്ലെ, ആ ഒരു സ്നേഹവും ബോണ്ടിങ്ങും ഉണ്ടായിരുന്നു. അതെ. അത് നല്ലതാണോ? അത് കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? അങ്ങനെയല്ല, ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ ആ കഥാപാത്രം അതവിടെ കളഞ്ഞു, നെക്സ്റ്റ് കഥാപാത്രം ചെയ്യുമ്പോൾ ആ കഥാപാത്രം, വീട്ടിലേക്ക് വരുമ്പോൾ നമ്മള് അങ്ങനെയാണ് നല്ലത്. അതാണ് നല്ലത് എപ്പോഴും.